ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവില്ലാത്ത വണ്ണം ഒരു മെസ്സേജ് വന്നു. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: താങ്കൾ മോഹൻലാലിൻ്റെ ബ്ലോഗ് നോക്കിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്ലോഗിൽ ലാലിൻ്റെ ഐഡൻറ്റിറ്റി സാധനങ്ങൾ എഴുതാറുണ്ട്. അതാദ്യമായിട്ടല്ല. പക്ഷെ ഞാൻ 2 ദിവസമായിട്ട് ബ്ലോഗ് നോക്കിയിട്ടില്ല. എന്താ കാരണം? അല്ല, നോക്കണം. കാരണം TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ പ്രതികളെ ശിക്ഷ ശരിവെക്കുകയും 2 പേരെ കൂടി പുതുതായി വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ വീണ്ടും രൂക്ഷമായിട്ട് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് വായിച്ചോ എന്നറിയാനാണ്. നമ്മൾ അതിന് മനസ്സിലായില്ല എനിക്കത് പറഞ്ഞത്. അല്ല, എന്ത് മനസ്സിലാകാൻ? മുമ്പ് ഇങ്ങനെ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട നാളിൽ ലാല് വളരെ രൂക്ഷമായി അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ എഴുതുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ ഇപ്പോൾ ഇങ്ങനെയും കൂടി ഒരു വിധി വന്നപ്പോൾ എഴുതാതിരിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു രീതിയല്ല. ലാലിന് എനിക്കറിയാവുന്ന ലാല് വ്യക്തമായി രാഷ്ട്രീയമുള്ള ഒരാളാണ്. പക്ഷെ അതൊരു കക്ഷി രാഷ്ട്രീയമല്ല. ഒരു യൂണിവേഴ്സൽ വീക്ഷണമാണ് ലാലിൽ പലപ്പോഴും പ്രകടിപ്പിക്കാറുള്ളത്. നമുക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. ഇന്ന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയുന്ന ലാല് നാളെ ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ടും എഴുതിയേക്കാം, സംസാരിച്ചേക്കാം. ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. താങ്കൾ പറഞ്ഞ അന്നത്തെ സംഭവം എനിക്കറിയാം. ഞാനത് വായിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അക്കാര്യം ലാലിനോട് ചോദിച്ചിട്ടുമുണ്ട്. ലാല് അന്ന് ആ സംഭവത്തെക്കുറിച്ച് ബ്ലോഗിൽ എഴുതിയത് കൊണ്ടുണ്ടായ വിമർശനങ്ങൾ, ലാലിനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യമാണ്. അന്നത്തെ ആ ബ്ലോഗിൽ എഴുതിയ കാര്യം ഇങ്ങനെയായിരുന്നു ശരിക്കും. അതായത് TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതിന് ശേഷം ചന്ദ്രശേഖരൻ്റെ രോഗിയായ അമ്മയുടെ ഫോട്ടോയും കരങ്ങിയ കണ്ണുകളോട് ഫോട്ടോ അടക്കം വന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ലാല് തൻ്റെ ബ്ലോഗിൽ ഇങ്ങനെ എഴുതി, ആ ദുഃഖം എൻ്റെ അമ്മയുടെ ദുഃഖം കൂടിയാണ്, എൻ്റെയും ദുഃഖമാണ്. ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ലാല്, ഈ രീതിയിലാണ് ലാല് എഴുതിയത്. ആലോചിക്കണം. അതിനെക്കുറിച്ചാണ് വിമർശനം ഉണ്ടായത്. അത് വിമർശനം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ആദ്യം വൈകിയില്ല, ലാലിനോട് ഇക്കാര്യം ചോദിക്കുകയുണ്ടായി. അപ്പം ലാല് സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയില്ല. ആകെ കൂടി എന്നെ ഒന്ന് നോക്കും. കാരണം ഞാനിങ്ങനെ വിമർശനാത്മകമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. അറിഞ്ഞോ അറിയാതെയോ ലാലിന് എതിരായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വാർത്തകൾ കൊടുക്കുന്ന ആളാണ് എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലാലിന് കിട്ടണം. ബ്ലോഗിൽ ലാലിങ്ങനെ എഴുതി ശരിയാണ്, പക്ഷേ പുറത്ത് കേൾക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ലാൽ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ അസുഖം ബാധിച്ച് ആശുപത്രിയിലാണ്. അമ്മയ്ക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മകൻ. ചേട്ടൻ പ്യാരിലാലില്ല, അച്ഛനുമില്ല, ഞാൻ മാത്രം. അമ്മ ഇപ്പോഴും കിടപ്പിലാണ്. ഈ കിടക്കിൽ അവസ്ഥയിലാണ് TP ചന്ദ്രശേഖരൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ എനിക്കറിയില്ല, കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ അയാളുടെ രാഷ്ട്രീയത്തിലുള്ള ആളുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗിയായ അമ്മ, അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പടം വന്നു. ആ കണ്ണീരൊലിപ്പിച്ച് ആ പടം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഇടിച്ചു. എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ നൊമ്പരമുണ്ടായി. ഞാനപ്പോൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്: TP ചന്ദ്രശേഖരൻ്റെ പകരം ഞാനാണ് അങ്ങനെ കൊല്ലപ്പെട്ടതെങ്കിൽ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും, സ്ഥിതി എന്തായിരിക്കും? ആരോരുമില്ലാതെ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയെ നോക്കുന്നത് പോലെ വേറെ ആരെങ്കിലും നോക്കുമോ? എൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇടനെഞ്ചി ഇടറിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്.
ആ ഒരു വേദനയും അമർഷവുമാണ് ഞാൻ എൻ്റെ ബ്ലോഗിൽ കുറിച്ചത്. അവിടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. തെറ്റ് ചെയ്തവർക്ക് നേരെയായിരുന്നു വേദനാജനകമായ എൻ്റെ ബ്ലോഗിൻ്റെ പ്രവർത്തനം. എന്നെ അതിൻ്റെ പേരിൽ എത്രയോ പേര് ക്രൂശിച്ചു. ഞാൻ ചന്ദ്രശേഖരൻ്റെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു. ഏതെല്ലാം രീതിയിൽ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എൻ്റെ ജോലിയല്ല ഇത്. എന്നെ BJP-കാരനായി കാണുന്നുണ്ട്, എന്നെ CPM-കാരനായിട്ട് കാണുന്നുണ്ട്, എന്നെ CPI-കാരനായിട്ട് കാണുന്നുണ്ട്, എന്നെ കോൺഗ്രസ്സുകാരനായി കാണുന്നുണ്ട്, എന്നെ പല രീതിയിലും കാണുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ എൻ്റെ ഓരോരോ പ്രാവശ്യത്തെ അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിമർശനം പറഞ്ഞാൽ എന്നെ BJP-കാരനായി പറയുന്നു. BJP-യെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ എന്നെ മറ്റു പാർട്ടിക്കാരെ ഞാനിതാരുമല്ല എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നാടിനെക്കുറിച്ചുള്ള രാഷ്ട്രീയമാണ്. അവിടെ ഞാൻ വോട്ട് ചെയ്യുന്ന സ്വാഭാവികം. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. ഓരോരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മോഹൻലാൽ ഇന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോണു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയാറുണ്ട് ഞാൻ CPM-ൻ്റെ മിക്ക പരിപാടികളിലും, അതായത് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം പങ്കെടുക്കുമ്പോൾ ഞാൻ CPM-കാരനാണെന്ന് പറയാറുണ്ട്. അതൊക്കെ ഓരോരുത്തരും അവരുടെ രാഷ്ട്രീയ വീക്ഷണമനുസരിച്ച് ചെയ്യട്ടെ. ഏതൊരു പാർട്ടിയും നന്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. മനുഷ്യത്വപരമായ രീതിയിലാണ് ആ പരിപാടിയെങ്കിൽ ഞാൻ തീർച്ചയായും പോയിരിക്കുന്ന ആലോചിക്കണം. ഈ ദേശാഭിമാനി നടത്തുന്ന കുട്ടികളുടെ പരിപാടിക്ക് എന്നെ പലപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത്. കുട്ടികൾ ഭാവിയുടെ നാമധേയങ്ങളാണ്, ശക്തരാണ്. ആ പരിപാടിയിൽ ഞാൻ പോകാറുണ്ട്. അങ്ങനെ നന്മയുള്ള പരിപാടികളെല്ലാം ഞാൻ പോകാറുണ്ട്, പണം വാങ്ങാറുമില്ല. ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും പരസ്യ പരിപാടികളും പോകാറുണ്ട്, അത് ഞാൻ പണം വാങ്ങാറില്ല. കാരണം അതൊക്കെ ഒരു ജനങ്ങൾക്ക് വേണ്ടി നേട്ടമുണ്ടാക്കുന്ന പരിപാടികളാണ് എന്ന് തോന്നൽ കൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അത് ഇനിയും ഉണ്ടായിരിക്കാം. ആ നന്മ ചെയ്യുന്നത് BJP ഗവൺമെൻറ് ആണെങ്കിൽ അവിടെയും പോകും. നന്മ ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിൽ അവിടെയും പോകും. നാളൊരു പക്ഷേ നന്മ ചെയ്യുന്നത് UDF ഗവൺമെൻറ് ഞാൻ അവിടെയും പോകും. എന്നെ സംബന്ധിച്ച് നന്മ എന്നുള്ള വാക്ക്, നന്മ എന്നുള്ള പ്രവൃത്തി, അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. അവിടെ ആര് എന്നുള്ളതല്ല, ആര് ചെയ്താലും ആ നന്മയുടെ പക്ഷത്ത് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ അമ്മയെക്കുറിച്ച് TP ചന്ദ്രശേഖരൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ കക്ഷി രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. അവിടെ TP ചന്ദ്രശേഖരൻ്റെ അമ്മയല്ല, വേറെ ആരുടെ അമ്മയായാലും ഇങ്ങനെ കണ്ടാൽ ഞാൻ ചിന്തിച്ചു പോകും. കാരണം എനിക്ക് എൻ്റെ അമ്മ പ്രിയപ്പെട്ടതാണ്, അത്ര കണ്ട് പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മയ്ക്ക് ഞാനും. അപ്പം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അത് അനുഭവിച്ചറിയുന്നവർക്ക് അതിൻ്റെ സുഖവും വേദനയും അറിയൂ. അവിടെയാണ് ചിന്തിച്ചത്, ചന്ദ്രശേഖരൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ അസുഖമായി കിടക്കുന്ന എൻ്റെ അമ്മയുടെ സ്ഥിതി എന്തായിരിക്കും, എൻ്റെ അമ്മയുടെ കണ്ണീര് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു പോയി. അത് എഴുതി തെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അതിൻ്റെ പേരിൽ എന്നെ എന്ത് വിചാരിച്ചാലും കിട്ടില്ല. സുഹൃത്തെ, ഇനി അടുത്ത ബ്ലോഗ് ലാൽ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു. ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ലാൽ എഴുതുന്ന ബ്ലോഗ് എല്ലാവരും വായിക്കണമെന്നുള്ള പക്ഷക്കാരാണ് ഞാൻ. അവിടെ ലാൽ എന്ന മനുഷ്യൻ്റെ എല്ലാ ചിന്തകളും അതിലുണ്ടായിരിക്കും. അതൊരു നല്ല ബ്ലോഗാണ്. ഇനിയും അത്തരം ബ്ലോഗുകളിലൂടെ ലാലിന് തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ കഴിയട്ടെ.